അങ്ങനെ ദേവ്യാനിയുടെ സർജറി ചെയ്ത ഡോക്ടർ ദേവ്യാനിയെ കാണാൻ വേണ്ടി അനന്തപുരിയിലോട്ട് വരുന്നുണ്ട്. ആദർശ് ഈ കാര്യം നേരെ മുത്തശ്ശന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശ, നയനയുടെ അമ്മയുടെയും സർജറി ചെയ്ത ഡോക്ടർ വരുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആഹാ, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു. അതേ മുത്തശ്ശ, അമ്മയുടെ ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആണെന്ന് അറിയണം. അദ്ദേഹമാണ് അതിനൊക്കെ നല്ലത്. എപ്പോഴാ വരികയെന്ന് പറഞ്ഞോ? ഡോക്ടർ പുറപ്പെട്ടിട്ടുണ്ടെന്നാ പറഞ്ഞേ. ആ ആദർശേ, നയനമോൾ ഇവിടെ ഇല്ലേ? അവള് മുറിയിലുണ്ട് മുത്തശ്ശ. ആ ഡോക്ടർ ഏതായാലും വരില്ലേ? മോൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയണം. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാ മുത്തശ്ശ വരുന്നത്. ഇതും പറഞ്ഞ് ആദർശ് നയനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആദർശ് നേരെ പോകുന്നത് മുറിയിലോട്ടാണ്. മുറിയിൽ എന്തൊക്കെയോ പണിയെടുത്തോണ്ടിരിക്കാണ് നയന. എന്താ നയന ഇത്? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു നീ ഒരു പണിയും എടുക്കണ്ട എന്ന്. പിന്നെ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നത്? എന്റെ ആദർശേട്ടാ, ഒരു ചെറിയ ഓപ്പറേഷൻ അല്ലേ കഴിഞ്ഞത്, അതിന് ഇങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നത്? റെസ്റ്റ് വേണ്ടെന്ന് നീയാണോ പറയുന്നത്? ദേ ഇവിടെ ഇരുന്നേ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അങ്ങ് അനുസരിച്ചാൽ മതി. ഇവിടെയുള്ള പണികളൊക്കെ ചെയ്യാനേ ഇവിടെ ഒരുപാട് അംഗങ്ങളുണ്ട്. അത് ശരിയാ. ഇപ്പൊ കുറച്ചു ദിവസം എനിക്ക് വയ്യാതെ മാറി നിന്നപ്പോ ഈ ഷെൽഫിലുള്ള ഡ്രസ്സിന്റെ അവസ്ഥയൊക്കെ കണ്ടോ? എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുക. ഇത് കേട്ടപ്പോ ആദർശ് ഒന്ന് ചമ്മി പോവാട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അത് നയനെ, എനിക്ക് തിരക്കിന്റെ ഇടയിൽ ഡ്രസ്സൊന്നും എടുക്കുന്നത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്ത് ഞാനതൊക്കെ വൃത്തിയാക്കി ഇട്ടോളാം. എന്നാലും നീ അതൊന്നും ചെയ്യണ്ട. ആദർശേട്ടാ, ഇത് ചെറിയ പണിയേ ഉള്ളൂ. ഇതൊന്നും മടക്കി ഷെൽഫിലോട്ട് വെച്ചാൽ പോരെ, ഭാരപ്പെട്ട പണിയൊന്നുമില്ലല്ലോ. ഇതങ്ങ് കഴിഞ്ഞാൽ ഞാൻ വന്നോളാം. പറ്റില്ല നയനെ, ഞാൻ പറയുന്നത് കേൾക്ക്. ശരി, എന്നിട്ടിപ്പോ ഞാൻ എന്ത് വേണം? നീ റെസ്റ്റ് എടുത്തോ. അത് കൊള്ളാട്ടോ. ഒരു മനുഷ്യന് രാവിലെ മുതൽ രാത്രി വരെ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ ആദർശേട്ടാ? അങ്ങനെ വെറുതെ ഇരുന്നാ എനിക്ക് ബോറടിക്കുക ആദർശേട്ടാ. പിന്നെ വെറുതെ ഒരിടത്തിരിക്കുമ്പോൾ കുത്തുന്ന വാക്കുകളും പറഞ്ഞ് നോവിക്കാൻ ഓരോരുത്തർ വരും. അത് കേട്ടോണ്ട് നിൽക്കാനും പറ്റില്ല. ഓ, അങ്ങനെ കുറെ പേരുണ്ട് നയനെ നമ്മുടെ വീട്ടില്. അവരെ ഒന്നും മൈൻഡ് ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റൂ. നയനെ, നിനക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്കൊന്ന് പുറത്തു പോയെന്നാലോ? അധികം ദൂരോട്ടൊന്നും പോവണ്ട, ഇവിടെ അടുത്തേക്ക് പെട്ടെന്ന് വരണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നിനക്കും അമ്മയ്ക്കൊക്കെ സർജറി ചെയ്ത ഡോക്ടർ വരുന്നുണ്ടെന്ന്. അദ്ദേഹം ചുമ്മാ കാണാൻ വരില്ല, നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആണോ നോക്കാൻ വേണ്ടി വരുവാ. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ആദർശേട്ടാ, അതുകൊണ്ട് എന്റെ ഹെൽത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ടെന്ന് പറയണം. എന്നെ ഡോക്ടർ എന്നെയും കൂടി നോക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അതൊക്കെ ഡൗട്ട് അടിക്കും. അമ്മയ്ക്ക് സംശയം തോന്നുന്നെങ്കിൽ സംശയിക്കട്ടെ, എന്നാലും നിന്റെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയെന്ന് എനിക്കറിയണം. കൃത്യസമയം പുറത്തുനിന്നൊരു ഹോൺ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയനെ, ഡോക്ടർ വന്നെന്നാ തോന്നുന്നേ. ഭാഗ്യം നമ്മൾ പുറത്തോട്ട് പോവാതിരുന്നത്. അതെ, ഞാൻ ഡോക്ടർ ഇത്ര പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല. എന്തായാലും നമുക്ക് താഴോട്ട് പോവാം, വാ. അങ്ങനെ നയനിയും ആദർശും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ ഡോക്ടർ അനന്തപുരിയിലോട്ട് കയറി വരുന്നുണ്ട്. ഡോക്ടർ, ആദർശ്, അല്ല ഇത് നയനയില്ലേ? ആളങ്ങ് ഉഷാറായി പോയല്ലോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഇപ്പൊ കുറേയൊക്കെ മാറ്റമുണ്ട് ഡോക്ടർ. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നയനെ, ഞാൻ ചോദിക്കാൻ വിട്ടു, നിനക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പെയിൻ ഉണ്ടായിരുന്നോ? ഇല്ല ഡോക്ടർ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഹോ ഗോഡ്, ഞാൻ പറയാൻ വിട്ടതാ. ചിലർക്ക് അങ്ങനെ ചെറിയ പെയിനൊക്കെ ഉണ്ടാകും. ഇവിടെ എല്ലാ കാര്യത്തിലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ദേ, ഈ ഭാര്യയെ മുറുകെ പിടിച്ചോളണേ. ആദർശിന്റെ അമ്മ എത്ര വെറുത്തിട്ടും അവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പകുത്തു നൽകാൻ തയ്യാറായവളാ. ഒരിക്കൽ പോലും ആദർശ് ഈ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ഡോക്ടർ, അങ്ങനെയൊന്നും പറയരുത്. എനിക്കൊരിക്കലും ഇനി നയനയെ വിഷമിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ജീവിതകാലം മുഴുവൻ. അപ്പൊ ആദർശ് ഇങ്ങനെ പറയാൻ തുടങ്ങുന്നുണ്ട് ഈ കാര്യം ഇനി ഡിസ്കസ് ചെയ്യേണ്ടെന്നുള്ളത്. കാരണം അത് അമ്മ അറിഞ്ഞ സീനാവുമല്ലോ. പിന്നെ അവിടെ കുറെ പേരൊന്നും ആ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് പറയാൻ വേണ്ടി ആദർശ് വരുന്നുണ്ട്. ഡോക്ടർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതേസമയം തന്നെ ദേവിയനെ അങ്ങോട്ട് വരുന്നുണ്ട്. ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ദേവ്യാനി ഡോക്ടർ മുന്നിലേക്ക് വരുന്നത്. ദേവ്യാനി പറയുന്നുണ്ട്, ഞാൻ ഡോക്ടർ അങ്ങോട്ട് വന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു. അവസാനം ഡോക്ടർ എന്നെ തേടി ഇവിടെ എത്തി. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, എത്താതിരിക്കാൻ പറ്റുമോ? കാരണം ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും പ്രത്യേകത തോന്നിയിട്ടുള്ള ഒരു സർജറി ചെയ്ത്. സംഭവം ഡോക്ടർക്ക് അറിയാം അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ. എന്നിട്ടും മരുമകള് കരള് കൊടുക്കാനും ബ്ലഡ് കൊടുക്കാനൊക്കെ തയ്യാറായല്ലോ. ആ ഒരു സംഭവമാണ് കേട്ടോ ഡോക്ടർ ഉദ്ദേശിച്ച് പറയുന്നത്. എന്നാൽ ദേവ്യാനിക്ക് ഇതൊന്നും മനസ്സിലാവാതെ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞേ? അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് ശരിക്കും ദേവ്യാനിയുടെ ലൈഫിൽ ഒരു പ്രത്യേകത തോന്നി. എന്നാൽ ഡോക്ടർക്ക് അറിയില്ല കേട്ടോ ഈ കാര്യങ്ങളൊന്നും ദേവ്യാനി അറിഞ്ഞിട്ടില്ല എന്നത്. കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഇത് ദേവ്യാനെ അറിയിക്കണം എന്നുള്ള കാര്യം. കാരണം അത് അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. ഡോക്ടർ കരുതിയിരിക്കുന്നത് ഇതൊക്കെ ദേവ്യാനെ അറിയുന്നതാണ് കേട്ടോ. എന്തായാലും ഇടയിൽ കയറി ആദർശ് ദേവ്യാനെ ഒന്നും അറിയാതിരിക്കാൻ പറയുന്നുണ്ട്. ഡോക്ടർ, അമ്മയുടെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ദേവ്യാനി ഇരിക്കൂ. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, ഡോക്ടർക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? അയ്യോ, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ ചോദിച്ചല്ലോ, അത് എന്നെ സന്തോഷം. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എന്നാലും ഡോക്ടർ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അയ്യോ, ഇപ്പൊ അതിനുള്ള സമയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഒന്ന് ഇവിടെ കയറിയെന്നേ ഉള്ളൂ. അങ്ങനെ ദേവ്യാനിയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ദേവ്യാനിയുടെ ഹെൽത്ത് ഒക്കെ ഇപ്പൊ ഓക്കെയാ. ഇടയ്ക്കിന്ന് ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പ് നടത്തുന്നത് നല്ലതാ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ശരി ഡോക്ടർ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ദേവ്യാനിയുടേത് കഴിഞ്ഞു, ഇനി നയന വരൂ.
നയനയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കേട്ടപ്പോ തന്നെ ദേവ്യാനി അന്ത വിട്ട് കുന്ത പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡില് ജാനകിയും ജലജയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട്, അല്ല ഇവക്ക് എന്താ അതിന് കുഴപ്പം? ആദർശ് പറഞ്ഞു കാണും അവളെയും കൂടി ഒന്ന് നോക്കാൻ, അത് വല്ലതും ആയിരിക്കും. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അതമ്മേ നയനിക്ക് ഈയിടെയായിട്ട് നല്ല തലചുറ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഡോക്ടറോട് വരുന്ന വഴിക്ക് നയനെ ഒന്ന് നോക്കാൻ ഞാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോ തന്നെ ദേവി എനിക്ക് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അവസാനം നയനയെ ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, നയനയുടെ ബോഡി അത്ര ഓക്കെ ആയിട്ടൊന്നുമില്ല, എന്നാലും നല്ല ശ്രദ്ധ വേണം. പിന്നെ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ, ഭക്ഷണം കൃത്യസമയത്തിന് കഴിക്കണം. ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ദേവി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ അമ്മായിമ്മയുടെ കൂടെ ഒന്ന് ചെക്കപ്പിന് വരുന്നത് നല്ലതാ. ഞാൻ കുറച്ച് ടേബ്ലറ്റ്സ് ഒക്കെ എഴുതുന്നുണ്ട്, അതൊക്കെ കൃത്യസമയത്തിന് കുടിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പോവാൻ നിൽക്കുമ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശനെ കണ്ടപാടെ ആദർശ് ഡോക്ടർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഡോക്ടർ, ഇതാണ് ഞങ്ങളുടെ മുത്തശ്ശൻ. മൂർത്തി സാർ, എനിക്കറിയാം. ഈ നാട്ടില് ആരോട് ചോദിച്ചാലും അറിയുന്ന പേരാണല്ലോ മൂർത്തീസ് ജ്വല്ലറി. സാറിനെ കുറിച്ച് ആർക്ക് എന്ത് പറയുമ്പോഴും 100 നാക്കാ. ഞാൻ ഇവിടെ സെറ്റിലായിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ. കൂട്ടത്തിൽ സാറിന്റെ പേരാ ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത്. അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആഹാ, അപ്പൊ ഡോക്ടർ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ കാണാൻ വേണ്ടിയാണോ? അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, ഒരർത്ഥത്തിൽ ചോദിച്ചാ അങ്ങനെയും പറയാം സാർ. സാറിനിപ്പോ ഓക്കെ അല്ലേ? സാറിന് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാര്യമൊക്കെ എന്നോട് ആദർശ് പറഞ്ഞു. അപ്പോഴേക്കും അതൊക്കെ പറഞ്ഞു ആദർശേ. അത് മുത്തശ്ശ, ഞാൻ ഡോക്ടർ പരിചയപ്പെട്ട കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോയതാ. അതിനെന്താ കുഴപ്പം? ഇപ്പൊ മൂർത്തി സാറിന് എങ്ങനെയുണ്ട്? ഇപ്പൊ പഴയ പോലെ തളർച്ചയൊന്നുമില്ല, നല്ല ആശ്വാസമുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമല്ല, സമാധാനം തന്നെയാ എന്റെ ഏറ്റവും വലിയ മരുന്ന്. എന്തായാലും സാറ് കണ്ടതിലും എനിക്ക് വലിയ സന്തോഷം. സർ, ഞാൻ ഇന്ന് ഇറങ്ങുവാ, എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കുറച്ച് തിരക്കുണ്ട്. അങ്ങനെ എല്ലാവരും ഡോക്ടർ യാത്ര അയക്കാൻ നിൽക്കുമ്പോഴാണ് ദേവ്യാനിയുടെ ഡോക്ടർ ഒരു കാര്യം പറയുന്നത്. മാഡം, നിങ്ങൾ ശരിക്കും ഭാഗ്യമുള്ള ഒരു അമ്മായിയമ്മയാ. ഇതുപോലുള്ള ഒരു മരുമകളെ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. ഡോക്ടറുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ദേവ്യാനി ആകെ ഷോക്കായി നിൽക്കുവാണ് കേട്ടോ. ആദർശാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് ഡോക്ടർ പറയുന്നുണ്ട്, ദേ, നിന്റെ അമ്മയ്ക്കൊരു നല്ല മരുമകളെ കിട്ടിയെങ്കിൽ നിനക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയത്. നീ കഴിഞ്ഞ ജന്മത്തിലെങ്ങാനും പുണ്യം ചെയ്തു കാണും ഇതുപോലുള്ളൊരു ഭാര്യയെ കിട്ടാൻ. എന്തായാലും മൂർത്തി സാറുടെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. എന്തായാലും ഞാൻ ഇറങ്ങുവാ. ഇതും പറഞ്ഞ് ഡോക്ടർ ഇറങ്ങാൻ നിൽക്കുമ്പോ ദേവ്യാനി പറയുന്നുണ്ട്, ഡോക്ടർ ഒന്ന് നിൽക്കണം. എന്തു പറ്റി? ഡോക്ടർ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇവള് ഡോക്ടറെയും ഒരു നിമിഷം കൊണ്ട് കുപ്പിയിലാക്കി വെച്ചല്ലേ. ഇവളുടെ സംസാരം കേട്ടാൽ തന്നെ എല്ലാരും അങ്ങ് മയങ്ങി പോവുമല്ലോ. നിങ്ങൾ എന്തൊക്കെയാ കുട്ടിയെ പറയുന്നത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കരളും ബ്ലഡും തന്ന് സഹായിച്ചത് ഈ കുട്ടിയല്ലേ? എന്താ? എനിക്ക് കരളും ബ്ലഡും തന്നത് ഇവളാണോ? മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന നിങ്ങളെ സഹായിച്ചത് ഈ നിൽക്കുന്ന നിങ്ങളെ മരുമകളല്ലേ? ഇതൊന്നും ഇവരോട് ആരും പറഞ്ഞില്ലേ? അത് കേട്ടപ്പോ തന്നെ ദേവീനെ ആകെ ഇല്ലാതായി പോകുന്നുണ്ട് കേട്ടോ. ഡോക്ടർ വായനന് ഈ വാക്ക് കേട്ടപ്പോ ജാനകിയും ജലജയൊക്കെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. എന്തായാലും ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.